യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെയുണ്ട്. യൂത്ത് ലീഗ് എങ്ങനെയായിരിക്കും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? യൂത്ത് ലീഗ് ശക്തമായ പ്രതിഷേധം. കാരണം നിലവില് സർക്കാർ നൽകിയ നാമമാത്രമായ സഹായമാണ്, നക്കാപ്പിച്ചക്ക് തുല്യമായ സഹായമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. വീട് നഷ്ടപ്പെട്ടവർ, സ്വത്ത് നഷ്ടപ്പെട്ടവർ, കൃഷി നഷ്ടപ്പെട്ടവർ, എല്ലാ ജീവനോപാധികളും നിലച്ച് ക്യാമ്പുകളിൽ കഴിയുന്നവർ, അവർ താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നതിന് പോലും സന്നദ്ധ സംഘടനകൾ സഹായം നൽകുന്നു എന്നതിന്റെ പേരിൽ സർക്കാർ അവരുടെ ബാങ്കുകൾക്കെതിരായ സമരം എങ്ങനെയായിരിക്കും? വാടക പോലും നിഷേധിക്കുകയാണ് ഒരു ഘട്ടത്തിൽ. രണ്ടാമത് ഇവിടെ നേരത്തെ സർക്കാർ പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാ ബാങ്കിന്റെയും കടങ്ങൾ ഒരിക്കലും സിബിൽ സ്കോറിന് ബാധകമാകാത്ത വിധം കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ ഗവൺമെന്റ് നൽകിയ ഉറപ്പിന്റെ ലംഘനം ഇവിടെ ആവർത്തിച്ചിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ബാങ്ക് അധികൃതരോട് നടപടി സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ച സർക്കാരിനെതിരെ കൂടെയുള്ള പ്രതിഷേധമാണ് ഇത്. ഈ അനുകൂലമായ തീരുമാനം വരുന്നതുവരെ മുസ്ലിം യൂത്ത് ലീഗ് സമരരംഗത്ത് ഉറച്ചു നിൽക്കും. അതായത് സർക്കാർ നടപടിക്കെതിരെ കൂടെയുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. അതായത് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണമായിരുന്നു. നേരത്തെ തന്നെ സിബിൽ സ്കോറിനെ അടക്കം ബാധിക്കാത്ത തരത്തിൽ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടും ആ ഇടപെടൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗ് ഒരു സമരം നടത്തുന്നത്. ക്ഷമിക്കണം. ഏതായാലും മുഴുവൻ സംഘടനാ പ്രവർത്തകരും, യൂത്ത് ലീഗ് പ്രവർത്തകരും, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും, ഡിവൈഎഫ്ഐ പ്രവർത്തകരും രാവിലെ മുതൽ സമരത്തിലാണ്. മുഴുവൻ ഗേറ്റുകളും ഉപരോധിക്കുന്ന തരത്തിലേക്ക് സമരം പോകുന്നു. ആ സമയത്താണ് മാനേജർ എത്തി മുഴുവൻ പണവും, എല്ലാവരുടെയും പണം തിരിച്ചു കൊടുത്തതാണ് എന്ന് അറിയിച്ചത്. പക്ഷേ അപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമരത്തിലേക്ക് രാജേഷ് എന്നയാൾ വരികയായിരുന്നു. തനിക്ക് പണം തിരികെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് രാകേഷ് എന്ന് പറയുന്നയാൾ വരികയായിരുന്നു. അയാൾക്ക് അദ്ദേഹത്തിന് പണം തിരികെ കിട്ടാനുള്ള നടപടികളടക്കം എടുക്കാൻ വേണ്ടി മാനേജറോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കൃത്യമായി ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.